എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 40 എന്ന് ആരംഭിക്കുന്നു. ഈ 40ാമത്തെ അധ്യായത്തില് അക്രൂരന്റെ സ്തുതിയാണ്. ഒരു അധ്യായം മുഴുവനും സ്തുതി. വൈകുണ്ഠമൂർത്തിയായിട്ട്, സാക്ഷാൽ വൈകുണ്ഠമൂർത്തിയായിട്ട് ഉള്ള ദർശനം ലഭിച്ചു അക്രൂരൻ. അപ്പോ കംസനിൽ നിന്ന് രാമകൃഷ്ണന്മാർക്ക് എന്തെങ്കിലും ഒരാപത്ത് സംഭവിക്കോ എന്നുള്ള ആ അക്രൂരന്റെ ഭയം നിശേഷം നീങ്ങി സമാധാനമായിട്ട് ആ ഭഗവത് ദർശനം സിദ്ധിച്ച സന്തോഷം കൊണ്ട് പുളകിത ഗാത്രനായിട്ട് ആനന്ദാശ്രുക്കളോടെ സ്തുതിക്കുകയാണ്. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ ചതുർദശോധ്യായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്രൂരന്റെ ആ സ്തുതി വളരെ ഭക്തി നിർഭരമായിട്ടുള്ള സ്തുതിയാണ്. ഭഗവാനെ ആ സഗുണ നിർഗുണ ഭേദേന സ്തുതിച്ചിട്ട് നമസ്കരിക്കുക. എന്നിട്ട് പറയണു, സാക്ഷാൽ ശ്രീനാരായണനായ നിന്തിരുവടിയെ ഞാൻ നമസ്കരിക്കുന്നു. നിന്തിരുവടിയിൽ നിന്നും ഈ ബ്രഹ്മാണ്ടം ഉണ്ടായി. ബ്രഹ്മാദി ദേവന്മാർക്കും കൂടി അവിടുത്തെ അറിയാൻ കഴിയുന്നില്ല. യോഗികൾ ഏകമായ ആത്മാവായും കർമ്മികള് വിവിധങ്ങളായ ദേവരൂപത്തിലും ജ്ഞാനികൾ ബ്രഹ്മമായും നിന്തിരുവടിയെ ആരാധിക്കുന്നു. മൂർത്തിഭേദേന തന്ത്രോക്ത രീതിയിൽ പൂജിക്കുന്നതും അവിടുത്തെ തന്നെ. എല്ലാ നദികളും ഒടുവിൽ സമുദ്രത്തിൽ ചേരുന്നത് പോലെ ഏതു ദേവനെ പൂജിച്ചാലും അവസാനം അത് നിന്തിരുവടിയിലെത്തുന്നു. സർവാത്മാവായ അവിടുത്തേക്ക് നമസ്കാരം. നിന്തിരുവടിയുടെ ലീലാവതാര കഥകൾ ലോകത്തെ ശുദ്ധീകരിക്കുന്നു. മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയ 10 അവതാരങ്ങളെ സ്വീകരിച്ച് ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും ചെയ്ത നിന്തിരുവടിയെ ഞാനിതാ നമസ്കരിക്കുന്നു. അജ്ഞാനത്തിൽ പെട്ടുഴലുന്ന അടിയനെ അനുഗ്രഹിക്കണമേ എന്നാണ് അക്രൂരന്റെ സ്തുതിയുടെ സാരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേഷു മനിഷം ഹൃദി ഭാവയാമി. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈഃ തുദീയൈഃ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി. പ്രസീദാച്യുത മാരുതേശ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമകം വന്ദേ പരമാനന്ദമാധവം. ഗണപതേ നമഃ. സരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. അക്രൂര ഉവാച നതോസ്മ്യഹം ത്വാഖിലഹേതുകേതും നാരായണം പൂരുഷം ആദ്യം അവ്യയം യന്നാഭിജാതാത് അരവിന്ദകോശാൽ ബ്രഹ്മാവിരാസിൽ യതയേഷ ലോക. ഹേ പിതൃവ്യനായ ഹേ കൃഷ്ണ, ഞാൻ നിന്തിരുവടിയെ നമസ്കരിക്കുന്നു. സമസ്ത ചരാചരങ്ങളുടെയും കാരണമായിരിക്കുന്ന പ്രകൃത്യാദി തത്വങ്ങൾക്കും കാരണം അവിടുന്നാകുന്നു. സകല ലോക സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവ് നിന്തിരുവടിയുടെ നാഭിയിൽ സംഭവിച്ച താമരയിൽ നിന്നുണ്ടായവനാകയാൽ നിന്തിരുവടി ആദിയും അവസാനവുമില്ലാത്ത പരിപൂർണ സ്വരൂപനായ ശ്രീനാരായണനാകുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. കാരണമെന്ന ആദ്യം പറഞ്ഞതിന് അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു.
ഭൂസ്തോയം അഗ്നി പവനഖമാതിർ മഹാനാജാതിർമന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ ഏകേദവസ്തേ ജഗദോംഗഭൂതാഃ. ഭൂസ്തോയമഗ്നി പവനഖമാതിർ മഹാൻ അജാതിർമന ഇന്ദ്രിയാണി സർവേന്ദ്രിയാർത്ഥാ വിബുധാശ്ച സർവേ ഏകേദവസ്തേ ജഗദോംഗഭൂതാഃ. ഭഗവത് രൂപം ഇന്നതിൽ നിന്നുണ്ടായി എന്ന് പറയാൻ പാടില്ലാത്തതായതുകൊണ്ട് ഉപാധിരഹിതനായ ചിദ്രൂപമാണ് അവിടുന്ന് എന്ന് കാണിച്ചു. സർവകാരണകാരണം എന്ന് പറഞ്ഞതിനെ അത് കുറച്ചും കൂടി സ്പഷ്ടമായിട്ട് പറഞ്ഞുകൊണ്ട് ഭഗവത് രൂപം തന്നെ പരമതത്വം എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. പൃഥ്വി, ജലം, അഗ്നി, വായു, ആകാശം, ആകാശകാരണമായ അഹങ്കാരം, മഹത്തത്വം, മൂലപ്രകൃതി, ഇതിന്റെ കാരണമായ പുരുഷൻ, മനസ്സ്, നേത്രാദികളായ 10 ഇന്ദ്രിയങ്ങള്, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം മുതലായ വിഷയങ്ങള്, ഇന്ദ്രിയങ്ങളെ അധിവസിക്കുന്ന സകല ദേവന്മാർ എന്നിങ്ങനെ ലോകത്തിന്റെ കാരണഭൂതന്മാരായിരിക്കുന്ന സകലരും നിന്തിരുവടിയുടെ ശ്രീമൂർത്തിയിൽ നിന്ന് ഉണ്ടായവരാകുന്നു. അതിനാൽ ലോകം അങ്ങാകുന്ന കാരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിന്തിരുവടി നിഷ്കാരണമായ ചിൽസ്വരൂപനും ആകുന്നു. അതാണ് അതിന്റെ സാരം. നൈതേ സ്വരൂപം വിദുരാത്മനസ്തേ ഹ്യജാതയോ അനാത്മതയാ ഗൃഹീതാ അജോരുബദ്ധ സഗുണൈരജായ ഗുണാൽപരം വേദന തേ സ്വരൂപം. അങ്ങയുടെ പരമാർത്ഥ നില ആർക്കും അറിയാൻ കഴിയുന്നതല്ല. പ്രകൃത്യാദികളൊക്കെ ജഡങ്ങളാണ്. അതുകൊണ്ട് അവ നിന്തിരുവടിയുടെ സ്വരൂപത്തെ അറിഞ്ഞവയല്ല. ജഡങ്ങൾ എന്ന് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അവ പ്രത്യക്ഷമായി അറിയപ്പെടുന്നവയാണ്. കാണപ്പെടുന്ന പദാർത്ഥം കാണുന്നവരിൽ നിന്ന് ഭിന്നവും കാണുന്നവനെ അറിയാത്തവയും ആകുന്നു എന്നത് എത്രയും സ്പഷ്ടമായിട്ടുള്ള കാര്യമാണല്ലോ. ജഡമല്ലാത്ത പരമാർത്ഥ ചേതനം നേത്രാദികൾക്ക് വിഷയവുമല്ല. അതുകൊണ്ട് ജഡങ്ങളായ പ്രകൃത്യാദി തത്വങ്ങൾ നിന്തിരുവടിയെ അറിഞ്ഞവയല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ജഡങ്ങൾ അറിയണ്ട, എന്നാ ചേതന സ്വരൂപമായ ജീവൻ എന്നെ അറിയില്ലോ എന്ന് ശങ്കിക്കുന്നതായാൽ ഗുണബദ്ധനായിരിക്കുന്ന ജീവനും അറിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. സൃഷ്ടികർത്താവായിരിക്കുന്ന ബ്രഹ്മാവ് കൂടി ഗുണത്താൽ മറയ്ക്കപ്പെട്ടവനായിരിക്കയാൽ ഗുണാതീതമായിരിക്കുന്ന നിന്തിരുവടിയുടെ പരമാർത്ഥ സ്വരൂപത്തെ അറിയാത്തത് കൊണ്ടല്ലയോ പശുക്കളെയും പശുപാലന്മാരെയും മറ്റും മറച്ചു വെച്ച് അങ്ങയെ തോൽപ്പിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഇരിക്കെ മായാഗുണബദ്ധന്മാരായിരിക്കുന്ന സാധാരണ ജീവന്മാർ നിന്തിരുവടിയെ അറിയുകയില്ലെന്ന് പിന്നെ പ്രത്യേകിച്ച് പറയണമോ എന്ന് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.